നമ്മൾ കുറേയധികം കേട്ടിട്ടുള്ളതാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകൾ ആയിട്ട് കൂടെ ഒരുമിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ എന്താണ് ആക്ച്വലി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഒരാൾ അനുഭവിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്, അതായത് ആളുകൾ എന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള ഒരു നിരന്തരമായിട്ടുള്ളൊരു പേടി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ളവർക്ക് ഉണ്ടാവും. അതായത് നമുക്കൊക്കെ ഇപ്പോൾ വല്ലപ്പോഴൊക്കെ തോന്നാം ഇവർ ഞാനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യുമോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുമോ എന്നൊക്കെ. പക്ഷേ ബോർഡർ ലൈൻ ബോർഡർ പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് അവരുടെ ഉള്ളിൽ നിരന്തരമായിട്ട് ആളുകൾ എന്നെ ഉപേക്ഷിച്ച് പോകുന്നുള്ളൊരു ഫിയർ ഉണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ആളുടെ അടുത്ത് അവർ സ്ഥിരമായിട്ട് അഷുറൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും, എന്നെ ഇഷ്ടമാണോ, എന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള കാര്യം നിരന്തരം. ഇനി അഥവാ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായി, ഒരു കുറച്ച് കഴിഞ്ഞ് വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്തില്ലെങ്കിൽ അവർ ഉറപ്പിക്കും കഴിഞ്ഞു, എന്നിട്ട് അവസാനമായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫിയർ എപ്പോഴും വരുള്ളത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ പാരൻസൊക്കെ എന്നെ ഉപേക്ഷിക്കുന്നൊക്കെയുള്ള ഒരു ഫിയർ, വല്ലാത്തൊരു പേടി, ഒരു അകാരണമായിട്ടുള്ളൊരു ഫിയർ ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. രണ്ടാമത്തത് പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇവർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഫാസ്റ്റായിട്ട് വളരെയധികം ആളുകളായിട്ട് ക്ലോസ് ആവുകയും വളരെ പാഷനേറ്റായിട്ട് ആളുകളായിട്ട് അടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഫൈറ്റുകളും ആർഗ്യുമെൻറ്റ്സും കരച്ചിലും ബഹളവും, അത് കഴിഞ്ഞ് വീണ്ടും ഒന്നാവുക, വീണ്ടും ഇതുപോലെ തന്നെ പാഷനേറ്റായിട്ട് ഉള്ള ഒരു റിലേഷൻ ഉണ്ടാവുക. അതായത് റിലേഷൻഷിപ്പിൽ എപ്പോഴും ഇൻറ്റൻസ് ആയിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് റൊമാൻറ്റിക് റിലേഷനിൽ മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിൽ പോലും ഇവർ ഈ ഒരു പാറ്റേൺ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. മൂന്നാമത്തെ ഐഡൻറ്റിറ്റി ഡിസ്റ്റർബൻസ് ആണ്. അതായത് അവർക്കറിയില്ല ഞാൻ എന്താണെന്നുള്ളത്. മിക്കവാറും ഒരു ബോർഡർ ലൈൻ ഉള്ള ഒരാൾക്ക് അറിയാൻ പറ്റില്ല ഞാൻ എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളത്. ആ ഒരു സംശയം എപ്പോഴും ഉള്ളിലുണ്ടാവും. അതായത് അവർ ടോട്ടൽ ചേഞ്ച് ഉണ്ടാക്കും. ഇപ്പം എനിക്ക് ഇതല്ല വേണ്ടത് എന്നുള്ളൊരു തോന്നലിൽ ഒരു ദിവസം പെട്ടെന്ന് ഹെയർ സ്റ്റൈൽ മൊത്തമായിട്ട് മാറ്റിക്കളയാം, അതല്ലെങ്കിൽ ഡ്രസ്സിങ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക, മറ്റേ ചെവിയിൽ കുറേ പിയേഴ്സിങ്സ്, മൂക്കിൽ പിയേഴ്സിങ്സ് ഇടുക, അതുപോലെ ടാറ്റൂസ് അടിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇന്നലെ ഉള്ള ആളെ അല്ലല്ലോ, ആകെ മാറിയല്ലോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ. ഇത് മാത്രമല്ല, അവരുടെ ഒരു സ്വഭാവത്തിൽ പോലും നമുക്ക് ഡൗട്ട് വരും, മറ്റേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എങ്ങാനും ഉണ്ടോ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു ദിവസം അവർ ഭയങ്കര ക്യൂട്ട് ബേബി ഒരു ക്യാരക്ടറായിരിക്കും, പക്ഷേ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അവർ ഭയങ്കര മെച്യൂർഡായിട്ടായിരിക്കും നമ്മളടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവർക്ക് തന്നെ ക്ലാരിറ്റി ഉണ്ടാവില്ല. അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഇമേജിലും ആ ഒരു ക്ലാരിറ്റി മിക്കവാറും ഉണ്ടാവാനുള്ളൊരു സാധ്യത ഇല്ല. നാലാമത്തെ ഇമ്പൾസിവിറ്റിയാണ്. അതായത് ഒരു എടുത്തുചാട്ടം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നി അത് ചെയ്തേ തീരുള്ളൂ, മുന്നും പിന്നും ആലോചിക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിത്തിരിക്കും. ഇത് പലപ്പോഴും അവർക്ക് പ്രശ്നത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതായത് പിന്നെ സ്പെൻഡ് ചെയ്യുമ്പം, ഇപ്പം സാധാരണ ബോർഡർ ലൈനുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നൊരു ഇഷ്യൂ ആണ്, അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് ഓർക്കാതെ കാർഡ് യൂസ് ചെയ്ത് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് പെട്ടെന്നാണ് റിയലൈസ് ചെയ്യുക മാസം തീരുന്നതിന് മുമ്പ് പൈസ തീർന്നു പോയി എന്നുള്ളത്. അതുപോലെ ബിഞ്ച് ഈറ്റിംഗ്, ജങ്ക് ഫുഡ്സൊക്കെ ധാരാളം കഴിക്കുക, അതുപോലെ അഡിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത്രത്തോളം പരിചയമില്ലാത്ത ആളുകളായിട്ട് ഇൻറ്റിമേറ്റ് ആവുക, സെക്ഷൽ റിലേഷൻ വരെ ഉണ്ടാക്കുക. അപ്പം ആ ഒരു ഇമ്പൾസിവിറ്റി ചിലപ്പോൾ ഡേഞ്ചറസ് ആവാറുണ്ട്. അപ്പം ഈ ഒരു ഇമ്പൾസിവിറ്റി അവർക്കൊരു പ്രോബ്ലമായിട്ട് നമ്മൾ കാണുന്ന ഒരു ബിഹേവിയറാണ്. അഞ്ചാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫ് ഹാമിങ് ആയിട്ടുള്ളൊരു ബിഹേവിയർ. അതായത് എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുമോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം റിലേഷൻഷിപ്പിലൊക്കെ നേരത്തെ പറഞ്ഞ പോലത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായി കഴിയുമ്പം സ്വയം മുറിവേൽപ്പിക്കുക. അതായത് കയ്യിലൊക്കെ ബ്ലേഡൊക്കെ വെച്ച് വരയ്ക്കുക, കോമ്പസ് എടുത്ത് കുത്തുക, ലൈറ്റർ കത്തിച്ച് പിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. അത് ഒരു പരിധിവരെ കടന്ന് ഒരു സൂയിസൈഡ് ടെൻഡൻസിയിലേക്കൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചിലപ്പോൾ അവർ റിയലായിട്ട് മരിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കില്ല, മറ്റേയാളൊന്ന് പേടിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷേ അത് ഡേഞ്ചറസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടെൻഡൻസീസ്, സെൽഫ് ഹാമിങ് ടെൻഡൻസീസൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിരിക്കരുത്. ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എടുക്കണം. ആറാമത്തെന്ന് പറയുന്നാൽ ഈ മൂഡ് ഡിസോർഡറാണ്. അതായത് ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള മൂഡ് ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി നടക്കുന്നുണ്ടാവും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ ആൾ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, അവർക്ക് പോലും സ്വയം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഭയങ്കര സങ്കടമൊക്കെ പറഞ്ഞ് കരഞ്ഞ് നമ്മളും ആകേതായി അവരെ ആശ്വസിപ്പിച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി നടക്കുന്നത്. അപ്പോൾ നമുക്ക് പിടികിട്ടാത്ത രീതിയിൽ അവർക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു മൂഡ്, വളരെ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ള മൂഡ് ചേഞ്ചസ്
അത് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഇമോഷൻ അതിൻ്റെ പീക്കിലേക്ക് പോകും, പിന്നെ നേരെ ഡൗൺ വരും, വീണ്ടും മാറി മാറി വരുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാവും. ഏഴാമത്തെന്ന് പറയുന്നത് ക്രോണിക് എംപ്റ്റീനെസ് എന്ന് പറയും. അതായത് എന്തോ ഒരു ശൂന്യത ഉള്ളിൽ ഇങ്ങനെ ഫീൽ ചെയ്യും. ഇപ്പോൾ സാധാരണ ഇതിലിപ്പോൾ നമുക്കൊക്കെ വല്ലപ്പോഴും ഒക്കെയാണ് അങ്ങനെ ഒരു ശൂന്യത വെച്ച് എന്തോ ആ ഒരു മൂഡ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകളാകുമ്പോൾ അവരുടെ ഉള്ളിൽ സ്ഥിരമായിട്ട് അവരിപ്പോൾ ഒരു പാത്രത്തിൽ അടിയിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു രീതി എപ്പോഴും ഉണ്ടാവും. അതായത് ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടില്ല. എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു ടോട്ടലി കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ടത് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട്, എപ്പോഴും ആ ഒരു എംപ്റ്റിനെസ് ഇവരെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടേയിരിക്കും. എന്തോ ഇത് പോരാ. ഇതിൻ്റെ പേരിലാണ് മിക്കവാറും ഇമ്പൾസിവിറ്റി ഒക്കെ ഉണ്ടാവുന്നത്, എടുത്ത് ചാടി ഓരോന്ന് ചെയ്യുന്നതും, അങ്ങനെ ആ ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു ബിഹേവിയർ വരുന്നത് ഈ എംപ്റ്റിനെസ് അവിടെ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പം ആ ഒരു എംപ്റ്റിനെസ് മറികടക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എട്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ് അല്ലാത്ത വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ദേഷ്യം. ആങ്കർ ഇതിൻ്റെ ഒരു ക്ലാസിക് സിംറ്റം തന്നെയാണ്. അതായത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ, നമ്മുടെ ഇപ്പോൾ സുഹൃത്തോ നമ്മുടെ റിലേഷൻഷിപ്പുള്ള ആളോ ഒക്കെ ആണെങ്കിൽ ഏത് മൊമെൻറ്റിലാണ് ഇവർക്ക് ദേഷ്യം പിടിക്കാമെന്നും ആ ആങ്കർ എത്രത്തോളം ഇൻറ്റൻസ് ആയിരിക്കും എന്നുള്ളത് അവർക്ക് തന്നെ പറയാൻ പറ്റില്ല, നമുക്കും പറയാൻ പറ്റില്ല. വളരെ നോർമലായിട്ടൊരു സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ട്രിഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരുടെ ആങ്കർ അങ്ങ് കയറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ ഇൻറ്റൻസ്. ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി സാധാരണ ആൾക്കാരെ പോലെയല്ല, കയ്യിലുള്ള സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുക, അതുപോലെ അടുത്തുള്ള ആൾ ഉപദ്രവിക്കുക വരെ ചെയ്യാൻ പറ്റാവുന്ന അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ആങ്കർ ഉണ്ടാവാം. അപ്പോൾ ഈ ആങ്കർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്നൊരു ഗിൽറ്റാണ്. ആ ഗിൽറ്റ് ഉണ്ടായി കഴിയുമ്പോൾ അയ്യോ എനിക്ക് ഒന്നിനും പറ്റില്ല, ഞാനൊന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അവിടെ എന്ത് വരും, നമ്മുടെ നേരത്തെ പറഞ്ഞ സെൽഫ് ഹാമിങ് ആയിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ശരി ഈ കാരണം കൊണ്ട് എൻ്റെ പാർട്ട്ണർ എന്നെ ഉപേക്ഷിച്ച് പോകും എന്നുള്ളൊരു പേടി വരും. അപ്പം നേരത്തെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഒരു സിംറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ക്ലാസിക്കലായിട്ട് എല്ലാവർക്കും കണ്ടുവരുന്ന സിംറ്റംസാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള പേടി. ഇത് പറയുന്നത് ഈ ഇതും നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ സിംറ്റംസ് നമ്മൾ വെച്ച് നോക്കിയാൽ അതിലൊക്കെ അതിലേക്ക് എന്താ പറയുക, ഇതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ ഉപേക്ഷിച്ച് പോകും, അങ്ങനെയൊക്കെയുള്ള ഒരു ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അതുപോലെ രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മൂഡ് ഡിസോർഡർ. അവർക്ക് എപ്പോഴും ഏത് മൂഡിലാണ് ഉണ്ടാവുക, എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് അറിയാത്തൊരു പ്രശ്നം. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകൾ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ്. പിന്നെ ഇത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ എല്ലാവരും ഒരേപോലെയല്ല അത് പ്രസൻറ്റ് ചെയ്യുന്നത്. ചില ആൾക്കാർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും, കാരണം അവർക്ക് ഈ ഒരു എംപ്റ്റിനെസ്സും ഈ ഒരു ഫിയറും ഇതൊക്കെ വന്നു കഴിയുമ്പം അവരുടെ ലൈഫിൽ അവരതിനെ പുറത്തേക്ക് കാണിക്കുന്നത് ഡിപ്രസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അവർ ആങ്സൈറ്റിയും ഡിപ്രഷനൊക്കെ ആയിട്ട് ആകെ സഫർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷൻ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. വേറെ ചില ആളുകളാണെങ്കിൽ അവർ അത് ആക്ട് ഔട്ട് ചെയ്യും. അവർ ഇതൊക്കെ പുറത്ത് കാണിക്കും. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ അടുത്തൊക്കെ അവരുടെ ഇമോഷൻസൊക്കെ പുറത്ത് കാണിച്ചിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും സിംറ്റംസ് ഇതിൽ ഒരു 5 അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആണോ എന്ന് നമുക്ക് സംശയിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് സെറ്റ്സ് ഓഫ് എന്താ പറയുക സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ഉണ്ട്, സൈക്കോമെട്രിക് ടെസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി നമ്മുടെ ലൈഫിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ആളോ അതല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇങ്ങനെ ബോർഡർ ലൈൻ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ സിംറ്റംസ് എന്തെങ്കിലും 5 കൂടുതലുള്ളത് അത് വെച്ചിട്ട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്നൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കണം. ഇനി അഥവാ അവർ പറയുകയാണെങ്കിൽ നമുക്ക് ഈ മൂഡ് കൺട്രോൾ ചെയ്യാനും ആങ്കർ കൺട്രോൾ ചെയ്യാനും അതുപോലെയുള്ള ആങ്സൈറ്റി ഡിപ്രഷൻ ഇതിനൊക്കെയുള്ള ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും, ചിലപ്പോൾ മെഡിസിൻ കഴിക്കേണ്ടി വരും. മെഡിസിൻ എടുത്താൽ പോലും തെറാപ്പി എന്തായാലും വേണം. ഒരു ലൈഫ് ലോങ് ഒരു പ്രോസസ്സാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ മാനേജ് ചെയ്യുക എന്നുള്ളത്.